ഹലോ, ഇന്ന് നമ്മൾ സൈറ്റോജെനറ്റിക്സ് പേപ്പറിൽ തന്നെ മൈക്കോപ്ലാസ്മയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്കോപ്ലാസ്മ അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കിങ്ഡം മൊനീറ, ഡിവിഷൻ ഫെർമിക്യൂട്സ്, ക്ലാസ് മോളിക്യൂട്സ്, ഓർഡർ മൈക്കോപ്ലാസ്മറ്റേൽസ്, ഫാമിലി മൈക്കോപ്ലാസ്മറ്റേസിയെ, ജീനസ് മൈക്കോപ്ലാസ്മ. ഇതിൻ്റെ ഹിസ്റ്ററി, അതായത് ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് പാസ്ചർ ആണ്. 1843 ഇദ്ദേഹം കണ്ടുപിടിച്ചത്. ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഫസ്റ്റ് ഐസോലേറ്റ് ചെയ്തിരിക്കുന്നത് കാറ്റിലിൻ്റെ റെസ്പിറേറ്ററി ഫ്ലൂയിഡ്, അതല്ലെങ്കിൽ പ്ലൂറൽ ഫ്ലൂയിഡിൽ നിന്നാണ്. ഇതിന് വേറൊരു പേര് മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് എന്നാണ്. ഈ ഒരു മൈക്രോ ഓർഗാനിസം മൈക്രോപ്ലാസ്മയെ ഫസ്റ്റ് കൾച്ചർ ചെയ്തിരിക്കുന്നത് നോക്കാർഡ് ആൻഡ് റോക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സയൻറ്റിസ്റ്റ് ആണ്. 1898 ഇവർ ഇതിനെ കൾച്ചർ ചെയ്തിട്ടുള്ളത്. 1929 നോവാക് ഈ ഒരു മൈക്രോപ്ലാസ്മയെ PPLO എന്ന് വിശേഷിപ്പിച്ചു. ദാറ്റ് മീൻസ് പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. ഇതാണ് മൈക്കോപ്ലാസ്മയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് സ്ട്രക്ചർ, ഇതാണ് ഇമേജ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ഫീച്ചറിൽ സൈസ്, ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ളൊരു മൈക്രോ ഓർഗാനിസം ആണ്. ഏകദേശം 0.1 to 0.3 മൈക്രോമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ദേ പാസ് ത്രൂ മോസ്റ്റ് ഫിൽറ്റേഴ്സ് ദാറ്റ് റിട്ടൈൻ ട്രൂ ബാക്ടീരിയ. അതായത് നമുക്ക് ബാക്ടീരിയയെ ഒരു അരിപ്പ വെച്ചിട്ട് അരിക്കാൻ പറ്റുമെങ്കിൽ പോലും ബാക്ടീരിയ ചില ഫിൽറ്ററിൽ കൂടെ പോയിട്ടില്ലെങ്കിൽ ആ ഒരു ഫിൽറ്ററിൽ കൂടെ എന്താണ് ഈ ഒരു മൈക്കോപ്ലാസ്മ പോകും. കാരണം അത്രയും ബാക്ടീരിയനേക്കാളും അത്രയും മൈന്യൂട്ടായിട്ടുള്ള സൈസുള്ള ഒരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ സെൽ വോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒരു ട്രൂ സെൽ വോള് ആബ്സെൻ്റ് ആണ്. അത് തന്നെയാണ് ഇതിനെ ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഷേപ്പ്, ദേ ആർ പ്ലിയോമോർഫിക്. കാരണം ഇതിൻ്റെ ഷേപ്പ് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് വാരിയബിൾ ആണ്. അതായത് പല ഷേപ്പിലും ഈ ഒരു മൈക്രോപ്ലാസ്മ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണ്? ഇതിനൊരു ട്രൂ സെൽ വോൾ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഷേപ്പിലുള്ള വേരിയേഷൻസ് ഉണ്ടാവാനുള്ള റീസൺ. ദ ക്യാൻ ബി കൊക്കോയിഡ്, ഫിലമെൻറ്റസ് ഓർ സ്റ്റെല്ലാർ. ഈ 3 ഷേപ്പിലും ഈ ഒരു മൈക്രോപ്ലാസ്മ സാധാരണയായി കാണപ്പെടാറുണ്ട്. ദെൻ സെൽ മെംബ്രെയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ലെയേർഡ് ആണ് സെൽ മെംബ്രെയിൻ. അതായത് 3 ലെയറുകളായിട്ടാണ് സെൽ മെംബ്രെയിൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സെൽ മെംബ്രെയിനിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലിപ്പിഡാണ്. ദാറ്റ് മീൻസ് സ്റ്റീറോൾസ്. ഈ ഒരു ലിപ്പിഡ് കമ്പണൻറ്റ് എങ്ങനെയാണ് ഈ ഒരു മൈക്രോപ്ലാസ്മയുടെ സെൽ മെംബ്രെയിനിൽ എത്തുന്നതെന്ന് വെച്ചാൽ അത് ഡയറക്റ്റായിട്ട് എൻവയോൺമെൻറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ കൾച്ചർ ചെയ്യുന്ന മീഡിയത്തിൽ നിന്നോ ആയിരിക്കാം. ദാറ്റ് കനോട്ട് സിന്തസൈസ് ദം, അതിൽ തന്നെ സിന്തസൈസ് ചെയ്യുന്നില്ല ഈ ഒരു ലിപ്പിഡ്. നെക്സ്റ്റ് ജീനോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വൺ ഓഫ് ദ സ്മോളസ്റ്റ് ജീനോം ഉള്ള ഒരു ഫ്രീ ലിവിങ് സെൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മൈക്രോപ്ലാസ്മയിലാണ്. റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈനറി ഫിഷനിലാണ് ഫസ്റ്റ്. പ്രൈമർലി ദേ റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ ബട്ട് ക്യാൻ ഓൾസോ ഇൻവോൾവ് ബഡ്ഡിങ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ബഡ്ഡിങ്ങും ഇതിൽ നടക്കുന്നുണ്ട്, ഫ്രാഗ്മെൻറ്റേഷനും ഇതിൽ നടക്കുന്നുണ്ട്. ഇനി ഗ്രാം സ്റ്റെയിൻ, ഏത് സ്റ്റെയിൻ ആണ് ഇതിനെന്ന് ചോദിച്ചാൽ ഇതിന് പെർട്ടിക്കുലർ സ്റ്റെയിൻ ഒന്നും ഇല്ല. കാരണം ഇതിനൊരു ട്രൂ സെൽ വോൾ ഇല്ലാത്തത് കാരണം സ്റ്റെയിൻ ഒന്നും സാധാരണയായിട്ട് ഇതിൻ്റെ ബോഡിയിൽ പിടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഗ്രാം നെഗറ്റീവ് ആയിട്ടാണ് കൺസിഡേർഡ് ചെയ്യാറ്. ഓക്കെ,
ഒരു റിലയബിൾ ആയിട്ടുള്ള സ്റ്റെയിൻ ഇതിനില്ല. മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുക? ദേ ആർ നോൺ മോട്ടൈലാണ്, അതായത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ചില സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൈഡിങ് മോട്ടിലിറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഇതിനാവശ്യമായിട്ടുള്ള റിക്വയർഡ് കോംപ്ലക്സ് മീഡിയ, അതായത് ലിക്വിഡ് കൊണ്ട് എൻറിച്ച് ചെയ്തിരിക്കുന്ന മീഡിയ ഉണ്ടെങ്കിൽ അത് അതിൽ കൾച്ചർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കാണുന്നത്? ഒരു ഫ്രൈഡ് എഗ് കോളനീസിൻ്റെ രൂപത്തിൽ. അതായത് നമ്മൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? മഞ്ഞക്കരു നടുവിലും ചുറ്റിലും വെള്ളയല്ലേ കാണുന്നത്? അതേപോലെയാണ് ഒരു കൾച്ചറൽ മീഡിയയിൽ ഈ ഒരു മൈക്കോപ്ലാസ്മയുടെ കോളനീസ് കാണുന്നത് ഓൺ അഗർ പ്ലേറ്റ്. ദെൻ നമുക്കറിയാം മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് ഇതിനുള്ളത്. സിംപ്ലസ്റ്റ് ഫ്രീ ലിവിങ് ഓർഗാനിസം ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, പ്ലൂറൽ ഫ്ലൂയിഡിൽ നിന്നാണ് ഇത് ഐസോലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയുള്ള പ്ലൂറൽ ഫ്ലൂയിഡ്? ന്യൂമോണിയ കൊണ്ട് സഫർ ചെയ്യുന്ന കാറ്റിലിൻ്റെ പ്ലൂറൽ ഫീൽഡിൽ നിന്നാണ്, അതായത് പ്ലൂറൽ ഫ്ലൂയിഡിൽ നിന്നാണ് ഈ ഒരു മൈക്കോപ്ലാസ്മേനെ ഐസോലേറ്റ് ചെയ്തിട്ടുള്ളത്. So they are often termed as MLO. MLO means mycoplasma-like organisms, and PPLO, pleuropneumonia-like organisms. Then they are unicellular prokaryotes. gram നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാറ്, പക്ഷെ they are gram positive. They lack cell wall, pleomorphic. They are osmotic shock and ഡിറ്റർജൻറ്റ് സെൻസിറ്റീവ് ആണ്. എന്താണ് ഓസ്മോട്ടിക് ഷോക്ക് എന്ന് പറയുന്നത്? അതൊരു ഫിസിയോളജിക്കൽ ഡിസ്ഫങ്ഷൻ ആണ്. എങ്ങനെയാണ് ആ ഒരു ഫിസിയോളജിക്കൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ എന്താണ് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുക സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ. അതിൻ്റെ സെല്ലിന് ചുറ്റും എന്തെങ്കിലും തരത്തിലുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് വാട്ടറിൽ തന്നെ അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ എന്തെങ്കിലും സൊല്യൂട്ട് കോൺസെൻട്രേഷനിൽ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഷോക്ക്, അതാണ് ഓസ്മോട്ടിക് ഷോക്ക് എന്ന് പറയുന്നത്. ദെൻ ദേ ആർ സ്മോളസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് പ്രോകാരിയോട്സ്. സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോകാരിയോട്സ് ആണ്. ദേ ആർ യുണീക്ലി ക്യാരക്ടറൈസ്ഡ് ബൈ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് റിജിഡ് സെൽ വോൾ. മോളിക്യൂൾസ് എന്ന് പറയാൻ കാരണം മോളിക്യൂൾസിൻ്റെ അർത്ഥം എന്താണ്? സോഫ്റ്റ് സ്കിൻ എന്നാണ്. അതുകൂടാതെ ഇത് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ ക്ലോറാഫെനിക്കോളിൽ സെൻസിറ്റീവ് ആണ്. ദെൻ ദേ ആർ ദ സ്മോളസ്റ്റ് ബാക്ടീരിയ capable of autonomous growth. Then പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പക്ഷെ എന്തില്ല, ട്രൂ സെൽ വോൾ ഇല്ല. പ്ലാസ്മ മെംബ്രെയിൻ ആണ് ഇവിടെ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി, സെല്ലിൻ്റെ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന് ന്യൂക്ലിയസ് ഇല്ല, അതർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. ജനറ്റിക് മെറ്റീരിയലിൽ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്? സിംഗിൾ DNA ഡ്യൂപ്ലെക്സ് ആണുള്ളത്. അതും നേക്കഡ് ആണ്. ദേ ഹാവ് നോ അസോസിയേറ്റഡ് ഹിസ്റ്റോൺ. ഹിസ്റ്റോൺസ് ഉണ്ടെങ്കിലേ ഉള്ളൂ DNA കോയിലിംഗ് നടക്കുള്ളൂ. പക്ഷേ ഇതിനത് ഇല്ലാത്തത് കാരണം എന്താണ്? സിംഗിൾ DNA ഡ്യൂപ്ലെക്സ് ആണ് കാണുന്നത്. ഇതിൽ റൈബോസോംസ് ഉണ്ട്, പക്ഷേ എന്താണ്? ദേ ആർ സിമിലർ ടു ബാക്ടീരിയ. ബാക്ടീരിയയിൽ എങ്ങനെയാണ് റൈബോസോംസ്? 70 സബ് യൂണിറ്റ് ആണ്. അതുപോലെ തന്നെയാണ് മൈക്കോപ്ലാസ്മയുടെ കേസിലും. ഇത് മറ്റുള്ള ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതായത് ഹെട്രോട്രോഫിക് ന്യൂട്രീഷനാണ് ഇതിൽ നടക്കുന്നത്. ദെൻ പത്തോജെനിസിറ്റി ആൻഡ് ഡിസീസ്. എന്തൊക്കെ ഡിസീസാണ് വരുത്തുന്നതെന്ന് വെച്ചാൽ, ഇതൊരു പ്രൈമറിലി നോക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ സെല്ലാർ പാരസൈറ്റ് ആണ്. അതായത് സെല്ലിന് പുറത്ത്, അതായത് ഇൻറ്റേർണൽ ഓർഗൻസിനുള്ളിലേക്കൊന്നും കടക്കുന്നില്ല. എന്താണ് എപ്പിത്തീലിയൽ ലൈനിങ്ങിലൊക്കെയാണ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ലൈനിങ്, യൂറിനോജനൈറ്റൽ ട്രാക്റ്റിലുള്ള ലൈനിങ്ങിലൊക്കെയാണ് ഈ ഒരു മൈക്കോപ്ലാസ്മാസ് യൂഷ്വലി കാണുന്നത്. ഹ്യൂമൻ ബീങ്സിൽ എന്ത് ഡിസീസ് അത് പരത്തുന്നതെന്ന് വെച്ചാൽ മൈക്കോപ്ലാസ്മ ന്യൂമോണിയയെ പരത്തുന്നുണ്ട്. അതിന് കാരണം മോസ്റ്റ് കോമൺ കോസ് ഓഫ് വാക്കിംഗ് ന്യൂമോണിയ എന്നതിന് പറയുന്നത് ടിപ്പിക്കൽ ന്യൂമോണിയ എന്നും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ റെസ്പിറേറ്ററി എപ്പിത്തീലിയത്തിലാണ് എന്തുണ്ട്, ഈ ഒരു മൈക്കോപ്ലാസ്മയുടെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള സീലിയ സാധാരണ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് ഈ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് കടക്കാതെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീലിയയുടെ ഈ ഒരു മൊബിലിറ്റി കുറയും.
ആക്ഷൻസ് കുറയും. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ ബോഡീസൊക്കെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഒരു കണ്ടീഷനെയാണ് മൈക്കോപ്ലാസ്മ ന്യൂമോണിയ എന്ന് പറയുന്നത്. ദെൻ മൈക്കോപ്ലാസ്മ ഹോമിനിസ്, അതേപോലെ തന്നെ യൂറിയ പ്ലാസ്മ യൂറിലിറ്റിക്കം. ഇതെന്ന് പറഞ്ഞാൽ ദേ ആർ അസോസിയേറ്റഡ് വിത്ത് നോൺ ഗോണോകോക്കൽ യൂറിത്രൈറ്റിസ് ഓർ NGU എന്ന് പറയും, അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, PID, അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക. ഈ ഒരു കണ്ടീഷനാണ് ഉണ്ടാക്കുന്നത്. ദെൻ പത്തോജനസിറ്റിയിൽ തന്നെ ഡിസീസ് ആനിമൽസിൽ മൈക്കോപ്ലാസ്മ മൈക്കോയിഡ്സ് ഉണ്ടാക്കുന്നത് കണ്ടാജിയസ് ബോവിൻ പ്ലൂറോ ന്യൂമോണിയ, അതായത് CBPP. അതായത് കാറ്റിലെ സിവിയർ ലങ് ഡിസീസിന് പറയുന്ന പേരാണ് കൊണ്ടാജിയസ് ബോവിൻ പ്ലൂറോ ന്യൂമോണിയ, അല്ലെങ്കിൽ CBPP. അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ഗാലിസെപ്റ്റിക്കം, അതൊരു ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസാണ്. ചിക്കനിലും ടർക്കീസിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.